എല്ലാവർക്കും സ്വാഗതം. 2605 അവസാനം അവൻ ഉച്ചത്തിൽ നിലവിളിച്ചു, ജീവൻ വെടിഞ്ഞു എന്നുള്ളതാണ്. അവൻ ഉച്ചത്തിൽ നിലവിളിച്ചു, ജീവൻ വെടിഞ്ഞു. അതായിരുന്നു ഈശോയുടെ പ്രാർത്ഥനയുടെ ഏറ്റവും വിസ്മരണീയമായ പ്രാർത്ഥന. ദൈവ മനുഷ്യനായി അവതരിച്ച് അവതീർണ വചനമായ ഈശോ തൻ്റെ ജീവൻ അർപ്പിച്ച ആ ബലിയാണ് ഏറ്റവും വലിയ പ്രാർത്ഥന. തൻ്റെ ജീവിത ബലി അർപ്പിച്ചു. ഇതൊക്കെ വിസ്മയമാണ്. ഇതൊക്കെ എങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും? എന്തോ ഒരു വിസ്മയമാണ്. നമ്മുടെ ബുദ്ധിക്ക് അതീതമാണ്. നമ്മൾ ആദ്യം തന്നെ പ്രാർത്ഥനയെക്കുറിച്ച് പഠിക്കുമ്പോൾ തന്നെ ആദ്യത്തെ പ്രബോധനം ഇതായിരുന്നു: പ്രാർത്ഥന എന്ന മഹാവിസ്മയം. അതാണ് നമ്മൾ വിചാരിക്കുന്ന മാതിരി അല്ല. ചിലർ ഞാൻ കുറച്ച് നാൾ പ്രാർത്ഥിക്കാൻ വേണ്ടി മാത്രം ജീവിതം കാഴ്ചവെക്കുന്നു എന്നൊക്കെ പറഞ്ഞു. ചിലപ്പോൾ അച്ഛന്മാരും കന്യാസ്ത്രീമാരും ആത്മാരും എല്ലാം. പക്ഷെ നമ്മൾ പ്രാർത്ഥിക്കാൻ വേണ്ടി എന്ത് പ്രാർത്ഥിക്കും? നമ്മൾ കുറച്ച് കൊന്തയിലും, കുറച്ച് കരണക്കൊന്തയിലും, കുറച്ച് കുരിശിൻ്റെ വഴി നടത്തും. ഇങ്ങനെയെല്ലാം നമ്മൾ പ്രാർത്ഥിക്കുമായിരിക്കും. പക്ഷേ അല്ല. അതിനേക്കാൾ എന്തോ വലിയ കാര്യമാണ് പ്രാർത്ഥന. മഹാവിസ്മയമാണ് പ്രാർത്ഥന. നമുക്ക് വായിക്കാം. 2606. പാപത്തിനും മരണത്തിനും അടിമപ്പെട്ട മനുഷ്യരാശി എക്കാലത്തും ഉയർത്തിയിട്ടുള്ള എല്ലാ നെടുവീർപ്പുകളും, രക്ഷാകര ചരിത്രത്തിലെ എല്ലാ യാചനകളും, എല്ലാ മധ്യസ്ഥ പ്രാർത്ഥനകളും അവതരിച്ച വചനത്തിൻ്റെ, ഈ ഭാഷയെല്ലാമാണ് അവതരിച്ച വചനത്തിൻ്റെ ഈ നിലവിളിയിൽ സംക്ഷേപിക്കപ്പെട്ടിരിക്കുന്നു. എന്താ അവതരിച്ച വചനത്തിൻ്റെ നിലവിളി എന്ന് പറയണത്? അതാണ് കുരിശിൽ കിടക്കുന്ന കർത്താവായ ഈശോ മിശിഹ അവതരിച്ച വചനമാണ്. മനുഷ്യനായി അവതരിച്ചു, മനുഷ്യരൂപത്തിൽ കണ്ടു. പക്ഷെ ആരാണത്? പിതാവിനോടൊപ്പം സത്തയിൽ ഒന്നായിരുന്ന പിതാവിൻ്റെ അദൃശ്യമായ ആ പിതാവിൻ്റെ ദൃശ്യമായ പ്രതിരൂപമായി മനുഷ്യനായി വന്നു, നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും. അങ്ങനെ മനുഷ്യരാശിയെ മുഴുവനും തൻ്റെ ശരീരത്തിൽ ഉൾക്കൊണ്ടിരിക്കുന്നു. മനുഷ്യരാശിയെ മുഴുവനും. അതെപ്പോഴും നമ്മൾ മനസ്സിലാക്കണം. ഈശോ ആകുന്ന ആ മനുഷ്യ വ്യക്തിയിൽ ദൈവവും മനുഷ്യനുമുണ്ട്. കാണുമ്പോൾ മനുഷ്യനാണ്, എന്നാൽ അദൃശ്യനായ ദൈവത്തിൻ്റെ ദൃശ്യനായ രൂപമാണ്. അവതീർണ വചനമാണ്. ഇതാ കർത്താവിൻ്റെ ദാസി, അങ്ങയുടെ വചനം പോലെ എന്നിൽ സംഭവിക്കട്ടെ. മാലാഖ അല്ലെങ്കിൽ കർത്താവിൻ്റെ മാലാഖ പരിശുദ്ധ മറിയത്തോട് വചിച്ചു. മറിയം ഗർഭിണിയായത് പരിശുദ്ധാത്മാവിനാലും വചനത്താലുമാണ്. അങ്ങനെ മറിയത്തിൻ്റെ ഗർഭത്തിൽ വചനം മനുഷ്യരൂപം ധരിച്ചു. ആ മനുഷ്യരൂപമാണ് ഈ കുരിശിൽ കിടക്കുന്നത്. ആ മനുഷ്യൻ അവതീർണ വചനത്തിൽ സമസ്ത മനുഷ്യരും അതിൽ അടങ്ങിയിരിക്കുന്നു എന്നതാണ് വലിയ രഹസ്യം. ആ അവതീർണ വചനം ഇപ്പോൾ കുരിശിൽ കിടന്നുകൊണ്ട് നിലവിളിക്കുന്നു. പിതാവേ, അവരോട് ക്ഷമിക്കണമേ, അവർ ചെയ്യുന്നത് എന്തെന്നറിയുന്നില്ല. ഇന്ന് നീ എൻ്റെ കൂടെ പറുദീസായിലായിരിക്കും. എനിക്ക് ദാഹിക്കുന്നു. ഇതാ നിൻ്റെ മകൻ,
ഇതാ നിന്റെ അമ്മ. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എന്തുകൊണ്ടെന്നെ നീ പരിത്യജിച്ചു? എലി എലിയോ ലമാ സബക്താനി. എല്ലാം പൂർത്തിയായി. എൻ്റെ ആത്മാവിനെ അങ്ങയുടെ കരങ്ങളിൽ ഞാൻ സമർപ്പിക്കുന്നു. ഇതാണ് പ്രാർത്ഥനകളുടെ ഏറ്റവും ഉന്നതമായ അവസ്ഥ. അങ്ങനെ അവൻ ഉച്ചത്തിൽ നിലവിളിച്ചുകൊണ്ട് ജീവൻ വെടിഞ്ഞു. ആ ഉച്ചത്തിൽ നിലവിളിച്ച വിളിയിൽ ആണിവിടെ തുടർന്ന് പറയുന്നത്, പാപത്തിനും മരണത്തിനും അടിമപ്പെട്ട മനുഷ്യരാശി എക്കാലത്തും ഉയർത്തിയിട്ടുള്ള എല്ലാ നെടുവീർപ്പുകളും, രക്ഷാകര ചരിത്രത്തിലെ എല്ലാ യാചനകളും, എല്ലാ മധ്യസ്ഥ പ്രാർത്ഥനകളും അവതരിച്ച വചനത്തിൻ്റെ ഈ നിലവിളിയിൽ സംക്ഷേപിക്കപ്പെട്ടിരിക്കുന്നു. ഇതാ പിതാവ് അവ സ്വീകരിക്കുകയും പുത്രനെ ഉയർപ്പിച്ചുകൊണ്ട്, അവിടെയാണ് ആ പ്രാർത്ഥനയുടെ ഉത്തരം, ആ നിലവിളിയുടെ ഉത്തരം. പിതാവ് ഈ പ്രാർത്ഥനയെല്ലാം സ്വീകരിക്കുകയും പുത്രനെ ഉയർപ്പിച്ചുകൊണ്ട് എല്ലാ പ്രതീക്ഷകൾക്കും അതീതമായി അവയ്ക്ക് പ്രത്യുത്തരം നൽകുകയും ചെയ്യുന്നു. മനുഷ്യർ നോക്കിയപ്പോൾ കഴിഞ്ഞു, എല്ലാം അവസാനിച്ചു, മരിച്ചു, കുഴിച്ചിട്ടു, എല്ലാം കഴിഞ്ഞു എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കെ എഴുതപ്പെട്ടിരുന്ന പോലെ, അരുളി ചെയ്തിരുന്ന പോലെ, ഈശോ തന്നെ അരുളി ചെയ്തിരുന്ന പോലെ 3-ാം ദിവസം ഇതാ അവൻ ഉയർത്തെഴുന്നേറ്റു. ഇവിടെയാണ് ക്രിസ്തീയത ആരംഭിക്കുന്നത്. ക്രിസ്തീയ വിശ്വാസം ആരംഭിക്കുന്നത് ഇവിടെ നിന്നാണ്. സകലതും ഇവിടെ നിന്നാണ് ആരംഭിക്കുന്നത്. അവിടുത്തെ മരണമടഞ്ഞതിന് ശേഷം ആ ഹൃദയത്തിൻ്റെ നിന്നൊഴുകിയ വെള്ളവും രക്തവുമാണ് സഭയുടെ തുടക്കം. 766 സഭ ജനിക്കുന്നത് പ്രഥമമായി നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി ക്രിസ്തു വിശുദ്ധ കുർബാനയുടെ സ്ഥാപനത്തിൽ മുൻകൂട്ടി നടത്തുകയും കുരിശിൽ പൂർത്തിയാക്കുകയും ചെയ്ത സമ്പൂർണമായ ആത്മദാനത്തിൽ നിന്നാണ്. ക്രൂശിതനായ ക്രിസ്തുവിൻ്റെ തിരുവിലാവിൽ നിന്നൊഴുകിയ രക്തവും ജലവും സഭയുടെ ഉദ്ഭവത്തെയും വളർച്ചയെയും പ്രതീകാത്മകമായി സൂചിപ്പിച്ചു. അതാണ്. എന്നാൽ കുരിശിൽ മരണനിദ്രയിലായിരുന്ന ക്രിസ്തുവിൻ്റെ പാർശ്വത്തിൽ നിന്നാണ് സഭ മുഴുവനുമാകുന്ന വിസ്മയനീയമായ കൂദാശ ബഹിർഗമിച്ചത്. എല്ലാ കൂദാശകളും ഈ പാർശ്വത്തിൽ നിന്നാണ് ബഹിർഗമിച്ചത്. ആ കൂദാശകളാണല്ലോ നമ്മുടെ പ്രാർത്ഥനയുടെ മറ്റൊരു വലിയ രഹസ്യം. അപ്പോൾ ഇവിടെ പറയുകയാണ്, ഇതാ പിതാവ് അവ സ്വീകരിക്കുകയും പുത്രനെ ഉയർപ്പിച്ചുകൊണ്ട് എല്ലാ പ്രതീക്ഷകൾക്കും അതീതമായി അവയ്ക്ക് പ്രത്യുത്തരം നൽകുകയും ചെയ്യുന്നു. അങ്ങനെ ശ്രദ്ധിക്കണം എല്ലാവരും, സൃഷ്ടിയുടെയും രക്ഷയുടെയും പദ്ധതിയിൽ പ്രാർത്ഥനയാകുന്ന നാടകം സാക്ഷാത്കൃതമാകുകയും പൂർത്തീകരിക്കപ്പെടുകയും ചെയ്തു. പ്രാർത്ഥന ഒന്ന്, അതിൻ്റെ പൂർത്തീകരണം ഒന്ന്. അപ്പോഴാണ് പ്രാർത്ഥനയുടെ വീര്യം മനസ്സിലാവുന്നത്. ഈശോ പ്രാർത്ഥിച്ചു, ഈ രക്ഷ ലോകം മുഴുവനും അനുഭവിക്കണമെന്ന് പ്രാർത്ഥിച്ചു.
സൃഷ്ടി മുഴുവനും പുതിയതായി മാറണമെന്ന് പ്രാർത്ഥിച്ചു. മനുഷ്യരെല്ലാവരും, പാപികളായ മനുഷ്യർ അവരുടെ പാപത്തിൽ നിന്ന് മോചനം നേടി സ്വർഗത്തിലേക്ക് പ്രവേശിക്കണമെന്ന് പ്രാർത്ഥിച്ചു. ഇന്ന് നീ എൻ്റെ കൂടെ പറുദീസായിലായിരിക്കണമെന്ന് ഏറ്റവും വലിയ പാപിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഇതെല്ലാം നടന്നോ? നടന്നു. ഇതെല്ലാം നടന്നു. അതാണ് പ്രാർത്ഥനയുടെ അർത്ഥം. ഈശോ പ്രാർത്ഥിച്ചത്, ഈശോ തന്നെ പറഞ്ഞു, പിതാവേ, അങ്ങ് എപ്പോഴും എൻ്റെ പ്രാർത്ഥന കേൾക്കും എന്നെനിക്കറിയാം. അങ്ങ് എപ്പോഴും എൻ്റെതാ. നമ്മുടെ വിശുദ്ധ കുർബാനയിൽ റുഹാഷണ പ്രാർത്ഥനയോട് ചേർന്നുള്ള പ്രാർത്ഥന ഇതാണ്: കർത്താവേ, അങ്ങയുടെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസരുടെ ഈ കുർബാനയിൽ അവിടെ നിന്ന് ആവസിച്ച് ഉണ്ടോ പ്രാർത്ഥനയാണ്. എന്ത് സംഭവിക്കും? അതിനെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. നടക്കോ? അത് സംഭവിക്കും. ഇത് ഞങ്ങളുടെ കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിലുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തി എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും വിസ്മയാവഹവുമായ ഈ രക്ഷാപദ്ധതിയെക്കുറിച്ച് കണ്ടോ, മഹനീയവും വിസ്മയാവഹവുമായ രക്ഷാപദ്ധതിയെക്കുറിച്ച് അങ്ങയെ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷിക്തൻ്റെ അമൂല്യ രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. അപ്പം ഈ പ്രാർത്ഥന കർത്താവ് കുരിശിൽ കിടന്ന് അർപ്പിച്ച ബലിയും ആ രക്തം ചിന്തലും അതിലൂടെ മനുഷ്യവംശത്തിന് നേട്ടമുണ്ടായോ ഇല്ലയോ, ഇത് വിശ്വസിക്കുന്നതിലാണ് നമ്മുടെ പ്രാർത്ഥനയുടെ വീര്യം അടങ്ങിയിരിക്കുന്നത്. ഈശോ പ്രാർത്ഥിച്ചു, നടക്കോ ഇല്ലയോ ആർക്കറിയാം. നടക്കുമെങ്കിൽ ഇത്രയും അന്ധകാരം ഇതൊക്കെ അങ്ങനെ ഉണ്ടാവും ഭൂമിയിൽ. ഈശോ ഭൂലോക പാപം മുഴുവനും നീക്കി എന്ന് പറയുന്നു. എന്നിട്ടും ഭൂലോകത്തിൽ പാപമല്ലാതെ ഒന്നും കാണുന്നില്ലല്ലോ. ഇതാണ് നമ്മളുടെ അവസ്ഥ. വിശ്വാസമെങ്കിൽ എന്ത് ചെയ്യും? അതാണ്. അപ്പോൾ പ്രാർത്ഥന, ഈശോ പ്രാർത്ഥിച്ച പ്രാർത്ഥനകളെല്ലാം പിതാവ് സ്വീകരിക്കുകയും പിതാവ് അതിനുത്തരം കൊടുക്കുകയും പിതാവ് അത് നിറവേറ്റുകയും ചെയ്തതിൻ്റെ ഏറ്റവും പ്രധാന ഒരവസ്ഥയാണ് ഈശോ തന്നെ ഉത്ഥാനം ചെയ്യപ്പെട്ടു മഹത്വീകരിക്കപ്പെട്ട അവസ്ഥ നമുക്ക് നൽകി. ഈ മഹത്വീകരിക്കപ്പെട്ട അവസ്ഥ, അതിനെ കുരിശുമരണത്തിന് മുമ്പുണ്ടായിരുന്ന അവസ്ഥയും ആ കുരിശുമരണത്തോട് ചേർന്ന് ഈശോ നടത്തിയ സകല പ്രാർത്ഥനകളുടെയും പൂർത്തീകരണമാണ് എന്നൊന്ന് വിശ്വസിച്ചേ. അതാണ് പൗലോസ് പറയുന്നത്, ക്രിസ്തു ഉയർത്തില്ലെങ്കിൽ നമ്മുടെ വിശ്വാസത്തിന് യാതൊരു അർത്ഥമില്ല. നമ്മളുടെ വിശ്വാസത്തിൻ്റെയും പ്രാർത്ഥനയുടെയും എല്ലാം പൂർത്തീകരണം ക്രിസ്തു ഉയർത്തു എന്നുള്ളതിലാണ്. എന്തുകൊണ്ട് ക്രിസ്തു ഉയർത്തു? ആ ഉയർക്കാൻ വേണ്ടിയാണ് ക്രിസ്തു മരിച്ചത്. മരിക്കാൻ വേണ്ടിയാണ് ക്രിസ്തു ജനിച്ചത്. ക്രിസ്തു ജനിച്ചത് മരിക്കാൻ വേണ്ടിയാണ്, മരിച്ചത് ഉയർക്കാൻ വേണ്ടിയാണ്. ക്രിസ്തു ജനിച്ചത് നമ്മുടെ മനുഷ്യവംശത്തിൻ്റെ മുഴുവൻ പാപവും രോഗവും ശാപവും എല്ലാം തൻ്റെ ശരീരത്തിൽ ഏറ്റെടുത്തുകൊണ്ട് പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ്.
പ്രാർത്ഥിച്ചു. എന്താണ് ആ പ്രാർത്ഥന? ആ പ്രാർത്ഥനയാണ് കുരിശിൽ അർപ്പിച്ച ആ ബലി. ഈശോ ബലി അർപ്പിച്ചത് നിത്യപുരോഹിതനായിട്ടാണ് ബലി അർപ്പിച്ചത്. ഈശോ അർപ്പിച്ച ബലി സജീവ ബലിയാണ്, സജീവ ബലി. മറ്റ് ബലിവസ്തുക്കളെല്ലാം ആടിനെ ബലി അർപ്പിക്കുമ്പോൾ ആടിനെ കൊന്നു, ആട് ചത്തു. ആ ചത്ത ആടിനെയാണ് ബലി അർപ്പിക്കുന്നത്. എന്നാൽ ഇവിടെ ഈശോ ചാവാതെ തന്നെ, ജീവനോടെ തന്നെ ബലിയർപ്പിക്കുകയാണ്. ആ ബലിയർപ്പണത്തിൻ്റെ അവസാനത്തിൽ അവൻ നിലവിളിച്ച്, ഉച്ചത്തിൽ നിലവിളിച്ച് പ്രാർത്ഥിച്ചു. കണ്ടോ, നിത്യപുരോഹിതനായ ക്രിസ്തു പുരോഹിത ശുശ്രൂഷ ചെയ്യുന്നു, അതേസമയം ബലിവസ്തു തന്നെയായി മാറുന്നു. ബലിവസ്തുവും തന്നെയാണ്. പുരോഹിതനായി പുരോഹിത ശുശ്രൂഷ ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ആ പ്രാർത്ഥിക്കുന്ന പുരോഹിതൻ തന്നെയാണ് ബലിവസ്തു. അവൻ ഉച്ചത്തിൽ നിലവിളിച്ചു, ജീവൻ വെടിഞ്ഞു. ബലിവസ്തുവും ബലിയർപ്പകനും ഒന്ന് തന്നെ ആക്കിക്കൊണ്ട് ഒരു വലിയ പ്രാർത്ഥനയാണത്. സ്നേഹമുള്ളവരെ, നമ്മൾ ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും നമ്മുടെ ഉള്ളിൽ വിശുദ്ധീകരണം നടന്നു കഴിഞ്ഞാലേ നമുക്കിതിൻ്റെ വ്യാപ്തി മനസ്സിലാകുകയുള്ളൂ. ഈശോയുടെ ഈ ജീവിത ബലിയാകുന്ന പ്രാർത്ഥനയുടെ വ്യാപ്തി, ജീവിത ബലിയാകുന്ന പ്രാർത്ഥനയുടെ വ്യാപ്തി നമ്മൾ മനസ്സിലാക്കുക വളരെ ബുദ്ധിമുട്ടാണ്, വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് നമ്മൾ വിശുദ്ധ കുർബാന ധ്യാനപൂർവം, ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഒരു പ്രാവശ്യമെങ്കിലും കുർബാന പുസ്തകം മുഴുവനും വീട്ടിലിരുന്നൊന്ന് വായിക്കണം. അപ്പോൾ അതെല്ലാം പ്രാർത്ഥനയാണ്. ഈശോയുടെ പ്രാർത്ഥനയാണെല്ലാം. ഈശോ കുരിശിൽ അല്ലെങ്കിൽ ബലിയർപ്പണം മുഴുവനും ഈശോയുടെ പ്രാർത്ഥനയാണ്. അപ്പോൾ ഇവിടെ ആ കുരിശിലെ ബലിയുടെ അതോടൊപ്പമുള്ള പ്രാർത്ഥനയുടെ എല്ലാം ഉത്തരമാണ്. ഉത്തരം എന്ന് പറഞ്ഞാൽ നമുക്ക് എളുപ്പം മനസ്സിലാകും. ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടി. എന്താ ഉത്തരം കിട്ടിയത്? ആ ഉത്തരമാണ് ഉയർപ്പ്. എല്ലാത്തിനെയും പുതിയതാക്കിക്കൊണ്ട് പിതാവ് അവ സ്വീകരിക്കുകയും പുത്രനെ ഉയർപ്പിച്ചുകൊണ്ട്, ഉണ്ടോ, പ്രാർത്ഥന സ്വീകരിച്ചു, ഉയർപ്പിച്ചു. അപ്പോൾ ഉയർപ്പിക്കലിലൂടെ, അപ്പോൾ ഇന്ന് നമ്മളുടെ കൂടെ വസിക്കുന്ന കർത്താവ് ഈശോ മിശിഹ ഉയർത്തെഴുന്നേറ്റ കർത്താവ് ഈശോ മിശിഹയാണ്. ഉയർത്തെഴുന്നേറ്റ ആത്മാവിനെ, ഉയർത്തെഴുന്നേറ്റതിന് ശേഷമുള്ള ആ മഹത്വീകരിക്കപ്പെട്ട അവസ്ഥയാണ് ക്രിസ്ത്യാനിയുടെ ജീവിതം. മഹത്വീകരിക്കപ്പെട്ട അവസ്ഥ. ഇനി തുടർന്ന് നമ്മൾ കേൾക്കുന്നത്, അങ്ങനെ സൃഷ്ടിയുടെയും രക്ഷയുടെയും പദ്ധതിയിൽ, ഉണ്ടോ, ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിയെ മുഴുവനും സൃഷ്ടിച്ചതിനെ രക്ഷിക്കുക, ദൈവം സൃഷ്ടിച്ചതിനെയെല്ലാം ദൈവം രക്ഷിക്കും എന്നത് ദൈവത്തിൻ്റെ ഒരു സ്വഭാവം തന്നെയാണ്. അതിനുവേണ്ടി തൻ്റെ ജീവൻ നൽകുന്നു കർത്താവ്. ഇവിടെയാണ് വിശ്വാസത്തിൻ്റെ വലിയ രഹസ്യം. നമ്മൾ കേട്ടു, അവിടുന്ന് തൻ്റെ രക്തത്താൽ നമ്മളെ രക്ഷിച്ചു. അത് നടക്കാൻ പോകുന്ന ഒരു സംഭവമല്ല, അത് സംഭവിച്ചു കഴിഞ്ഞു. എന്നാൽ നമ്മൾ അതിലേക്ക് വിശ്വാസത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയും പ്രവേശിക്കണം, അതിനെ സ്വീകരിക്കണം. പദ്ധതിയിൽ പ്രാർത്ഥനയാകുന്ന നാടകം സാക്ഷാത്കൃതമാകുകയും പൂർത്തീകരിക്കപ്പെടുകയും ചെയ്യുന്നു. അതാണ് പ്രാർത്ഥനയിലൂടെ
ഇത് നമ്മുടെ ജീവിതത്തിൽ സാക്ഷാത്കരിക്കപ്പെടുന്നതിന് വേണ്ടിയുള്ള അവസ്ഥ ഉണ്ടാവും. നമ്മുടെ ജീവിതത്തിൽ ഈശോ ചെയ്ത ഈ കാര്യങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിൽ സാക്ഷാത്കരിക്കപ്പെടണമെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കണം. അതാണ് പ്രാർത്ഥന. ഈശോ പ്രാർത്ഥിച്ച ആ പ്രാർത്ഥനയിലൂടെ സംഭവിച്ചതെല്ലാം നമ്മുടെ ജീവിതത്തിൽ സാക്ഷാത്കരിക്കപ്പെടണം. ഇനി അടുത്ത് പറയുന്നത് നമുക്ക് പ്രിയപ്പെട്ട ഒരു കാര്യമാണ്. സങ്കീർത്തന ധ്യാനത്തിൽ ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്. സങ്കീർത്തനങ്ങൾ ഈ നാടകത്തിൻ്റെ താക്കോൽ. കണ്ടോ, ഞാൻ പറയാറില്ല, സങ്കീർത്തനത്തിലാണ് ഇതിൻ്റെ കീ. ക്രിസ്തു വിജ്ഞാനീയത്തിൻ്റെ താക്കോലാണ് സങ്കീർത്തനങ്ങൾ. ഈ നാടകത്തിൻ്റെ താക്കോൽ ക്രിസ്തുവിൽ നമുക്ക് നൽകുന്നു. സങ്കീർത്തനങ്ങളിൽ ഈ നാടകത്തിൻ്റെ താക്കോൽ, ഈ നാടകത്തിൻ്റെ കേന്ദ്രം, ഈ നാടകത്തിൻ്റെ കീ ക്രിസ്തുവിൽ നമുക്ക് നൽകുന്നു. അപ്പോൾ നമ്മൾ ഇതിനകത്ത് മനസ്സിലാക്കി കഴിഞ്ഞു, ഈ സങ്കീർത്തനങ്ങളിലെല്ലാം ഈശോയുടെ പ്രാർത്ഥനകളും ഈ രക്ഷാകര രഹസ്യങ്ങളും അതിൻ്റെ പൂർത്തീകരണവും മാനവരാശിയിൽ അതെങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളതും യുഗാന്ത്യം വരെയുള്ള കാര്യങ്ങളെല്ലാം സങ്കീർത്തനങ്ങളിൽ പ്രാർത്ഥനയായിട്ട് തന്നെ ഉണ്ട്. ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ഇന്ന് ടുഡേ, ഉയർത്തെഴുന്നേൽപ്പ് ഇന്ന് എന്ന് പറയുന്നത് നിത്യമായ ഒരു ഇന്നാണ്. അൽഫായും ഒമേഗായുമാകുന്ന ഇന്നിൽ പിതാവ് പറയുന്നു, സങ്കീർത്തനമാണ് ഇനി വരുന്നത്, നീ എൻ്റെ പുത്രനാണ്, ഇന്ന് ഞാൻ നിനക്ക് ജന്മം നൽകി. എന്നോട് ചോദിച്ചു കൊള്ളുക, ഞാൻ നിനക്ക് ജനതകളെ അവകാശമായി തരും. ഭൂമിയുടെ അതിരുകൾ നിനക്ക് അധീനമാകും. 62. അത് രണ്ടാം സങ്കീർത്തനമാണ്. അതാണ് 1ഉം 2ഉം സങ്കീർത്തനങ്ങൾ ഈ രക്ഷാകര രഹസ്യങ്ങളുടെ മുഴുവൻ്റെയും കീയാണ്. താക്കോൽ. നീ എൻ്റെ പുത്രനാണ്, ഇന്ന് ഞാൻ നിനക്ക് ജന്മം നൽകി. എന്നോട് ചോദിച്ചു കൊള്ളുക, ഞാൻ നിനക്ക് ജനതകളെ അവകാശമായി തരും. ഭൂമിയുടെ അതിരുകൾ നിനക്ക് അധീനമാകും. ഇവിടെ ഭൂമിയുടെ അതിരുകൾ എന്നെല്ലാം പറയുന്നത് ദൃശ്യമായ ഒരു ഭൂമിയെ അല്ല ഉദ്ദേശിക്കുന്നത്. ദൈവത്തിൻ്റെ ആ സത്താപരമായ സൃഷ്ടിപരമായ രഹസ്യങ്ങളെയാണ് അവിടെ സൂചിപ്പിക്കുന്നത്. തുടർന്ന് ചെറിയ അക്ഷരത്തിൽ എഴുതിയിരിക്കുന്നത്, യേശുവിൻ്റെ പ്രാർത്ഥന എങ്ങനെ നിത്യരക്ഷയുടെ വിജയം വരിച്ചു എന്നതിനെപ്പറ്റി. കണ്ടോ, യേശുവിൻ്റെ പ്രാർത്ഥന എങ്ങനെ നിത്യരക്ഷയുടെ വിജയം വരിച്ചു, നിത്യരക്ഷ വിജയിച്ചോ. ഇപ്പം നമ്മൾ ചിലവരെല്ലാം ചില പോസ്റ്റും മെയിലും ഒക്കെ അയക്കണ കാണാറുണ്ട്. അവസാനം മാതാവിൻ്റെ വിമല ഹൃദയം വിജയം വരിക്കും. മാതാവിൻ്റെ വിമല ഹൃദയം വിജയം വരിക്കും എന്നേ ഇപ്പോഴും വിശ്വാസമായിട്ടുള്ളൂ. ഇവിടെ യേശുക്രിസ്തു സകലത്തെയും വിജയം വരിച്ച് കഴിഞ്ഞിരിക്കുന്നു. നമ്മൾ തിരുഹൃദയത്തിൻ്റെ മാസത്തിലും ക്രിസ്തുരാജൻ്റെ തിരുനാളും എല്ലാം ആഘോഷിക്കുന്നുണ്ട്. പക്ഷെ എപ്പോഴും നമ്മൾ മനസ്സിലാക്കുന്നില്ല ക്രിസ്തു വിജയം വരിച്ചു കഴിഞ്ഞോ. ആ വിജയം വരിച്ച ക്രിസ്തുവാണ് നമ്മളിൽ വസിക്കുന്നത്. യേശു ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്നും ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുണ്ടെങ്കിൽ യേശു ക്രിസ്തുവിനെ ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തൻ്റെ ആത്മാവിലൂടെ നിങ്ങളുടെ മർത്യ ശരീരങ്ങൾക്ക് പുതുജീവൻ നൽകും. വിജയം വരിച്ചു കഴിഞ്ഞു. വിജയം വരിച്ച കർത്താവാണ്. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും എന്റേതാകുന്നു. വിജയം വരിച്ചു കഴിഞ്ഞു. ഇത് മനസ്സിലാക്കിയാലല്ലേ പ്രാർത്ഥനയ്ക്ക് വീര്യമുള്ളൂ. നമ്മുടെ പ്രാർത്ഥനകൾ യേശുവിൻ്റെ വിജയം വരിച്ച പ്രാർത്ഥന. ഈശോ പ്രാർത്ഥിച്ചു. ഈശോ പറഞ്ഞു, പിതാവേ, അങ്ങ് എപ്പോഴും എൻ്റെ പ്രാർത്ഥന കേൾക്കും. ലാസറിനെ ഉയർപ്പിച്ച പ്രാർത്ഥന മാത്രമല്ല,
തന്നെ തന്നെ ഉയർപ്പിച്ച പ്രാർത്ഥനയാണ്. തന്നെ തന്നെ ഉയർപ്പിച്ചു. അവൻ എഴുതപ്പെട്ടതുപോലെ ഉയർത്തെഴുന്നേറ്റു. അവൻ മുൻപ് പറഞ്ഞ പോലെ ഉയർത്തെഴുന്നേറ്റു. സ്നേഹമുള്ളവരെയും, പ്രാർത്ഥനയാകുന്ന മഹാവിസ്മയം എന്ന് പറയുന്നത് നമ്മുടെ സകല പ്രാർത്ഥനകളും ക്രിസ്തുവിൻ്റെ പ്രാർത്ഥനയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് കൊണ്ടാണ് വിജയം ഉണ്ടാകുന്നത്. ക്രിസ്തു വിജയം വരിച്ച ആ രഹസ്യത്തിലാണ് നമ്മുടെ പ്രാർത്ഥനയുടെ ആരംഭം. ഇവിടെ എബ്രായ ലേഖനത്തിൽ പറയുന്ന വലിയൊരു കാര്യം, യേശുവിൻ്റെ പ്രാർത്ഥന എങ്ങനെ നിത്യരക്ഷയുടെ വിജയം വരിച്ചു എന്നതിനെപ്പറ്റി എബ്രായർക്കുള്ള ലേഖനം നൽകുന്ന നാടകീയമായ വിവരണം ഇതാണ്. തൻ്റെ ഐഹിക ജീവിതകാലത്ത് ക്രിസ്തു മരണത്തിൽ നിന്ന് തന്നെ രക്ഷിക്കാൻ കഴിവുള്ളവനെ കണ്ണീരോടും വലിയ വിലാപത്തോടും കൂടെ പ്രാർത്ഥനകളും യാചനകളും സമർപ്പിച്ചു. അവൻ്റെ ദൈവഭയം മൂലം ആ പ്രാർത്ഥന ശ്രവിക്കപ്പെട്ടു. പുത്രനായിരുന്നിട്ടും തൻ്റെ സഹനത്തിലൂടെ അവൻ അനുസരണം അഭ്യസിച്ചു. പരിപൂർണനാക്കപ്പെടുക വഴി തന്നെ അനുസരിക്കുന്നവർക്കെല്ലാം അവൻ നിത്യരക്ഷയുടെ ഉപകരണമായി. ഹി ബിക്കം എൻ ഇൻസ്ട്രുമെൻ്റ് ഓഫ് സാൽവേഷൻ. നിത്യരക്ഷയുടെ ഉപകരണം. അപ്പോൾ നമ്മുടെ നിത്യരക്ഷയുടെ കാതലായ ഭാഗം ഈ രഹസ്യത്തിലാണ്. ക്രിസ്തുവിൻ്റെ പ്രാർത്ഥനയും ജീവിതവും ഈ രക്ഷാകര സംഭവത്തിൽ ഈശോയുടെ പ്രാർത്ഥനയും അതിൻ്റെ ഉത്തരത്തിലൂടെയുള്ള ഉയർപ്പുമാണ് നമ്മുടെ നിത്യരക്ഷയുടെ ഉപകരണം. 403 വിശുദ്ധ പൗലോസിൻ്റെ മാതൃകയിൽ സഭ എന്നും പഠിപ്പിച്ചിട്ടുള്ളത് ഇപ്രകാരമാണ്: മനുഷ്യരെ ഞെരുക്കുന്ന അപാരമായ ദുരിതവും തിന്മയിലേക്കും മരണത്തിലേക്കുമുള്ള അവരുടെ പ്രവണതയും ആദത്തിൻ്റെ പാപവുമായുള്ള അവയുടെ ബന്ധത്തിലൂടെ അല്ലാതെ വിശദീകരിക്കുക സാധ്യമല്ല. നാം എല്ലാവരും പാപത്തോടു കൂടി ജനിക്കത്തക്ക വിധം ആദം നമ്മിലേക്ക് ആത്മാവിൻ്റെ മരണമാകുന്ന പാപം പകർന്നു തന്നു. അതാണ് എല്ലാവരും പാപം ചെയ്തു ദൈവമഹത്വത്തിൽ നിന്ന് അകന്നു എന്ന് പറയണത്. പൗലോസ് റോമർ 3:23-24 പറയുന്നു. ആ അവസ്ഥയെ തിരിച്ചു പിടിച്ചു ക്രിസ്തു. വിശ്വാസം നൽകുന്ന ഈ ഉറപ്പ് നിമിത്തം വ്യക്തിപരമായ പാപം ഒന്നും ചെയ്തിട്ടില്ലാത്ത ശിശുക്കൾക്ക് പോലും പാപമോചനത്തിനായി സഭ മാമോദീസ നൽകുന്നു. അപ്പോൾ ഈ ആദം മൂലമുണ്ടായ ആ പാപത്തിൻ്റെ പ്രസരണത്തെ ക്രിസ്തുവിലൂടെ പൂർണ്ണമായി വിശുദ്ധീകരിക്കുകയും നീതീകരിക്കുകയും നമ്മളെ ആ ആത്മാവിൻ്റെ മരണത്തിൽ നിന്ന് രക്ഷിക്കുകയും ചെയ്തിരിക്കുന്നു. അടുത്തത് 653 യേശുവിൻ്റെ ദൈവികത്വത്തിൻ്റെ സത്യം അവിടുത്തെ പുനരുത്ഥാനത്താൽ സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്നു. കണ്ടോ? അപ്പോൾ യേശു ക്രിസ്തു മനുഷ്യനായി ജനിച്ച യേശു ദൈവം തന്നെയാണ്. ദൈവവും മനുഷ്യനുമാം മിശിഹാനാഥനെ വാഴ്ത്തിടുവിൻ. ആ യേശുവിൻ്റെ ദൈവത്വം മുഴുവനും കൃത്യമായി മനസ്സിലാവുന്നത് എപ്പോഴാണ്? ഈശോ അരുളി ചെയ്ത പോലെ അവൻ ഉത്ഥാനം ചെയ്തു. കണ്ടോ? മനുഷ്യനായിരിക്കെ തന്നെ ഈശോ എപ്പോഴും പറയുമായിരുന്നു, അവരെന്നെ കൊല്ലും, എന്നാൽ 3-ാം ദിവസം ഞാൻ ഉയർക്കും. അപ്പോൾ ഈ 3-ാം ദിവസം ഉയർക്കുന്നതും ഉയർപ്പിക്കുന്നതും ആരാ? അത് യേശുവിൻ്റെ ദൈവത്വമാണ്. ആ ദൈവത്വം മനുഷ്യത്വത്തെ മഹത്വീകരിച്ചുകൊണ്ട് മഹത്വീകരിക്കപ്പെട്ട മനുഷ്യനായി ഉയർത്തെഴുന്നേറ്റു.
അതാണ് യേശുവിൻ്റെ ദൈവികത്വത്തിൻ്റെ സത്യം. അവിടുത്തെ പുനരുത്ഥാനത്താൽ സ്ഥിരീകരിക്കപ്പെടുന്നു. നിങ്ങൾ മനുഷ്യപുത്രനെ ഉയർത്തിക്കഴിയുമ്പോൾ ഞാൻ തന്നെയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കും എന്ന് ഈശോ പരസ്യ ജീവിതത്തിൽ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്. മത്തായി 22:6, 28:6, മർക്കോസ് 16:7, ലൂക്ക 24:6-7, 26, 27, 44, ഇവിടെയെല്ലാം മത്തായി, മർക്കോസ്, ലൂക്ക ഇവിടെയെല്ലാം ഈശോ പറഞ്ഞിട്ടുള്ളതാണ്. മനുഷ്യപുത്രൻ ഉയർത്തിക്കഴിയുമ്പോൾ ഞാൻ തന്നെയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കും എന്ന് അവിടുന്ന് പറഞ്ഞിരുന്നു. ക്രൂശിതൻ്റെ പുനരുത്ഥാനം അവിടുന്ന് യഥാർത്ഥത്തിൽ ഞാനാകുന്നു, ദ ഗ്രേറ്റ് ഐ ആം എന്ന് പറയുന്നത്. ഐ ആം ദ റിസറക്ഷൻ ആൻഡ് ലൈഫ്. ഞാനാകുന്നു പുനരുത്ഥാനവും ജീവനും. ആ ഞാനാകുന്നു ദൈവപുത്രനും ദൈവം തന്നെയും ആകുന്നു എന്ന് കാണിക്കുന്നു. അതുകൊണ്ട് യഹൂദരോട് വിശുദ്ധ പൗലോസിനെ ഇങ്ങനെ പ്രസ്താവിക്കാൻ കഴിഞ്ഞു. പിതാക്കന്മാർക്ക് ദൈവം നൽകിയിരുന്ന വാഗ്ദാനം യേശുവിനെ ഉയർപ്പിച്ചുകൊണ്ട് അവരുടെ മക്കളായ നമുക്ക് അവിടുന്ന് നിറവേറ്റി തന്നിരിക്കുന്നു. വീണ്ടും 2-ാം സങ്കീർത്തനമാണ്. 2-ാം സങ്കീർത്തനത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു: നീ എൻ്റെ പുത്രനാണ്, ഇന്ന് ഞാൻ നിനക്ക് ജന്മം നൽകി. അത് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ കുറിച്ചാണ്. ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനം ദൈവപുത്രൻ്റെ മനുഷ്യാവതാര രഹസ്യവുമായി അവഗാഢം ബന്ധപ്പെട്ടിരിക്കുന്നു. ദൈവത്തിൻ്റെ അനന്തമായ പദ്ധതി അനുസരിച്ച് അതിൻ്റെ നിറവേറലുമാണ്. അതായത് ദൈവപുത്രൻ മനുഷ്യനായി അവതരിച്ചത് എന്തിനാണ്? മനുഷ്യരെ ദൈവമാക്കാൻ വേണ്ടിയിട്ടാണ്. ദൈവപുത്രൻ മനുഷ്യനായി അവതരിച്ചുകൊണ്ട് സകല മനുഷ്യരെയും തൻ്റെ ശരീരത്തിൽ ഏറ്റെടുത്തുകൊണ്ട് അവരുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്ത് അവരെ ആ ആദത്തിൻ്റെ പാപം മൂലമുള്ള മരണത്തിൽ നിന്ന് രക്ഷിച്ച് ക്രിസ്തുവാകുന്ന ദൈവത്തിൻ്റെ ഉത്ഥാനത്തിൽ പങ്കാളിയാക്കിക്കൊണ്ട് അവരെയും പൊക്കിക്കൊണ്ട് അങ്ങ് സ്വർഗത്തിലേക്ക് പോയി. 2557 പ്രാർത്ഥനയെക്കുറിച്ച് തന്നെയുള്ള പ്രബോധനത്തിലുള്ളതാണ്. 2587 നമ്മൾ സങ്കീർത്തനത്തെക്കുറിച്ച് പഠിച്ചപ്പോൾ ദൈവവചനം മനുഷ്യൻ്റെ പ്രാർത്ഥനയായി രൂപപ്പെടുന്നതാണ് സങ്കീർത്തന ഗ്രന്ഥം. പഴയ നിയമത്തിലെ മറ്റ് ഗ്രന്ഥങ്ങളിലാകട്ടെ വചനങ്ങൾ ദൈവത്തിൻ്റെ പ്രവൃത്തികളെ പ്രഘോഷിക്കുകയും അവയിൽ അന്തർലീനമായ നിഗൂഢ സത്യം വെളിപ്പെടുത്തുകയും ചെയ്യുന്നു. ദൈവത്തെ പ്രതി ആലപിക്കപ്പെടുന്ന സങ്കീർത്തകൻ്റെ വാക്കുകൾ കർത്താവിൻ്റെ രക്ഷാകര പ്രവൃത്തികളെ വിവരിക്കുകയും ഉദ്ഘോഷിക്കുകയും ചെയ്യുന്നു. ഒരേ ആത്മാവ് തന്നെയാണല്ലോ ദൈവത്തിൻ്റെ പ്രവൃത്തികൾക്കും മനുഷ്യൻ്റെ പ്രത്യുത്തരത്തിനും പ്രചോദനം നൽകുന്നത്. ക്രിസ്തു രണ്ടിനെയും ബന്ധിപ്പിക്കുന്നു. അവനിൽ തന്നെ സങ്കീർത്തനങ്ങൾ നമ്മെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അവനിൽ തന്നെ. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. നമുക്ക് പ്രാർത്ഥിക്കാം.